അങ്ങനെ ഗില്ലിനെ പുറത്താക്കി സഞ്ജുവും റിങ്കു സിംഗും ഇന്ത്യൻ T20 വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടി. മുംബൈയിലെ BCCI ആസ്ഥാനത്ത് നടന്ന യോഗത്തിന് ശേഷം ചീഫ് സെലക്ടർ അജിത് അഗാർക്കറാണ് ടീമിനെ പ്രഖ്യാപിച്ചത്. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനാവുന്ന ടീമിൽ അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ. വൈസ് ക്യാപ്റ്റനായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ T20 ലോകകപ്പ് ടീമിൽ നിന്ന് ഒഴിവാക്കി. വിക്കറ്റ് കീപ്പർ ജിതേഷ് ശർമ്മയ്ക്കും ടീമിൽ ഇടം നേടാനായില്ല. മലയാളി താരം സഞ്ജു സാംസണെ പ്രധാന വിക്കറ്റ് കീപ്പറായി ടീമിലെടുത്തപ്പോൾ മുഷ്താഖ് അലി ട്രോഫിയിൽ തിളങ്ങിയ ഇഷാൻ കിഷൻ രണ്ടാം വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി. റിങ്കു സിംഗിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും അക്സർ പട്ടേലും ടീമിലെത്തി. പേസർമാരായി ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും ഹർഷീത് റാണയും ടീമിൽ ഇടം നേടി. 2024 രോഹിത് ശർമ്മയും സംഘവും നേടിയ T20 ലോകകപ്പ് നിലനിർത്താനാണ് ഇന്ത്യ ഇത്തവണ ഇറങ്ങുന്നത്. T20 ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ടീമും ഇതുവരെ കിരീടം നിലനിർത്തിയിട്ടില്ലെന്ന ചരിത്രം തിരുത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ലോകകപ്പിനൊപ്പം അടുത്ത മാസം ന്യൂസിലാൻഡിനെതിരെ നടക്കുന്ന T20 പരമ്പരയിലും ഇതേ ടീം തന്നെയാണ് കളിക്കുക. വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റതുകൊണ്ട് മാത്രം 11-ൽ അവസരം കിട്ടിയ മലയാളി താരം സഞ്ജു സാംസൺ ഇന്നലെ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 5ാം T20 മത്സരത്തിൽ 22 പന്തിൽ 2 സിക്സറും 4 ഫോറുകളും അടക്കം 37 റൺസാണ് താരം നേടിയത്. അന്താരാഷ്ട്ര T20യിൽ 1000 റൺസ് പൂർത്തിയാക്കാനും സഞ്ജു സാംസണ് കഴിഞ്ഞു. 44 ഇന്നിംഗ്സിൽ നിന്നാണ് സഞ്ജുവിന്റെ നേട്ടം. T20യിൽ 8000 റൺസ് നേടുന്ന 6ാമത്തെ ഇന്ത്യൻ താരമാകാനും സഞ്ജുവിന് സാധിച്ചു. മത്സരത്തിന് ശേഷം മുൻ ഇന്ത്യൻ താരമായ ഇർഫാൻ പഠാന തന്റെ ഓപ്പണിംഗ് പൊസിഷനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഒരു കിടിലൻ മറുപടിയും സഞ്ജു നൽകി. ന്യൂസിലാൻഡിനെതിരായ T20 പരമ്പരയിലും പിന്നാലെ നടക്കുന്ന T20 ലോകകപ്പിലും ഓപ്പണറാകുമോ എന്ന ചോദ്യമാണ് പഠാൻ ചോദിച്ചത്. നിങ്ങൾ എന്നെ ഓപ്പണറാക്കി, എനിക്കിനി എന്തു പറയാൻ സാധിക്കും? ഇർഫാൻ ഭായ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്. ടീം അന്തരീക്ഷം എങ്ങനെ എന്നത് വളരെ പ്രധാനമാണ്. ഇതായിരുന്നു സഞ്ജുവിന്റെ മറുപടി. ഫെബ്രുവരി 7 മുതൽ മാർച്ച് 8 വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് അടുത്ത വർഷത്തെ ലോകകപ്പ് നടക്കേണ്ടത്. 7-ന് US-നെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. ഫെബ്രുവരി 15-ന് കൊളംബോയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കും. ജനുവരി 21-ന് നാഗ്പൂരിലാണ് ന്യൂസിലാൻഡിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരം. പരമ്പരയിലെ 5ാം പോരാട്ടം ജനുവരി 31-ന് തിരുവനന്തപുരത്ത് നടക്കും. 2020യിലെ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ. 2024 ജൂൺ 29-ന് ബ്രിഡ്ജ് ടൗണിൽ നടന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ T20യിലെ 2ാം ലോക കിരീടം സ്വന്തമാക്കിയത്. 7 റൺസിനായിരുന്നു മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം. 2020 ലോകകപ്പിൽ ഇതുവരെ ഒരു ടീമും തുടർച്ചയായി 2 കിരീടങ്ങൾ നേടിയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ മത്സരമെടുത്താൽ കരുത്തരായ സൗത്ത് ആഫ്രിക്കയെ തകർത്തെറിഞ്ഞ് T20 ലോകകപ്പിന് മുൻപ് എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ടീം ഇന്ത്യ നൽകിയത്. നിർണായകമായ 5ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ 30 റൺസിന്റെ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത്. ബാറ്റിംഗിലും ബൌളിംഗിലുമെല്ലാം മികവ് പുലർത്തിയ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു കംപ്ലീറ്റ് പെർഫോമൻസ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ത്യയുടെ ഈ വിജയത്തിനും പരമ്പര നേട്ടത്തിനും ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോലും ഇടാതെ നിശബ്ദനായിരുന്നു ശുഭ്മാൻ ഗിൽ.